കനത്ത മഴയിൽ ജില്ലയിൽ പരക്കെ നാശം. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി ബന്ധം തകരാറിലായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ശക്തമായ മഴയിൽ പടിയൂർ മേഖലയിൽ കനത്ത നാശം. ചെട്ടിയാൽത്തറയിൽ താമസിക്കുന്ന ചെറിയത്ത് റോസിയുടെ വീട്ടിലെ ഷീറ്റ് പറന്നുപോയി. 1500 സ്ക്വയർ ഫീറ്റുള്ള ഇരുമ്പ് ഷീറ്റാണ് കാറ്റത്ത് പറന്നുപോയത്. വീട്ടിലെ വയറിങ്ങിനും ഇലക്ട്രോണിക് വസ്തുക്കൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പടിയൂർ അന്നപൂർണേശ്വരി റോഡിന് സമീപം വൻമരം കടപുഴകി വീടിന് മുകളിൽ വീണു. ചാരുന്തറ ആനന്ദിന്റെ വീടിന് മുകളിലാണ് സമീപത്ത് നിൽക്കുന്ന വലിയ പുളിമരം കടപുഴകി വീണത്. എടത്തുരുത്തി പല്ലയിൽ കനത്ത കാറ്റിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് മസ്ജിദിന് നാശനഷ്ടം. ബദരിയ മസ്ജിദിന് മുകളിലേക്കാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. വരവൂർ കുമരപ്പനാലിൽ വൻ തേക്കുമരം കടപുഴകി വീണ് വീട് തകർന്നു. പട്ടത്തുവിളപ്പിൽ ശ്യാമോഹന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീട്ടുപറമ്പിൽ നിന്നിരുന്ന വൻ തേക്കുമരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് വീട് തകർന്നു വീണു. കണ്ണമ്പാറ മേലേതിൽ പരമേശ്വരന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. പഞ്ചായത്തിന്റെ അതിദാരിദ്ര്യ പട്ടികയിലുള്ള വ്യക്തിയാണ് പരമേശ്വരൻ. തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന പരമേശ്വരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, വാർഡ് മെമ്പർ റിജി ജോർജ് എന്നിവരും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. മായന്നൂരിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കുന്നത്തുവീട്ടിൽ ഉഷിയുടെ വീട്ടിലെ കിണറാണ് മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത്. ഉപയോഗശൂന്യമായ കിണറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീട് അപകട ഭീഷണിയിലാണെന്ന് ഉഷ പറഞ്ഞു. പാവർട്ടി അമ്പലനട ചുക്കുബസാർ റോഡിൽ ഞാവൽ മരത്തിന്റെ കൊമ്പുകൾ വീണ് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. കണ്ണനായ്ക്കൽ കുര്യൻ ബാബുവിന്റെ വീട്ടുവളപ്പിലെ ഞാവൽ മരത്തിന്റെ ശിഖരമാണ് അടർന്നു വീണത്. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും തകരാറിലായി. കേബിൾ നെറ്റ്വർക്ക് സംവിധാനവും തടസ്സപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന, വാർഡ് മെമ്പർ സിൽജി ജോജു, ബാബു ആന്റണി, KD ജോസ് എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ശക്തമായ കാറ്റിൽ ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് 3 സെന്റ് കോളനിയിൽ പന കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. മുത്തുപിടികി വീട്ടിൽ പരേതനായ ജോസിന്റെ വീടാണ് തകർന്നത്. സംഭവ സമയം വീട്ടിൽ ജോസിന്റെ പ്രായമായ മാതാവും ഭാര്യ ജയയും ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. മലക്കപ്പാറ റോഡിൽ മരം വീണ് 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. തോട്ടപ്പുഴ വ്യൂ പോയിന്റിന് സമീപമാണ് മരം വീണത്. ഇതോടെ ഇരുവശത്തുമായി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. കൊല്ലത്തിരുമേട് ഷോളയാർ സ്റ്റേഷനുകളിൽ നിന്നും എത്തിയ വനപാലകർ മരം മുറിച്ചുമാറ്റി. മേലൂർ ശാന്തിപുരത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. നെറ്റിക്കടൻ തങ്കമ്മ ജോസിന്റെ പറമ്പിൽ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കിണറാണ് മോട്ടോറടക്കം ഇടിഞ്ഞുപോയത്. മോട്ടോറിന്റെ ഷെഡും കിണറ്റിലേക്ക് വീണു. മാളയിൽ കിണറിനൊപ്പം വഴിയും ഇടിഞ്ഞു താഴ്ന്നു. പൊയ്യ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ അനുഗ്രഹം റോഡിലാണ് 3 വീടുകളിലേക്കുള്ള വഴിയും കിണറും ഇടിഞ്ഞു വീണത്. സമീപത്തെ പറമ്പിലെ മതിൽ പൊളിച്ചാണ് 3 കുടുംബങ്ങളെയും പുറത്തു കടത്തിയത്. 5 വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന കിണറാണ് വഴിയടക്കം ഇടിഞ്ഞത്. ഇവർ ഉപയോഗിച്ചിരുന്ന 5 മോട്ടോറുകളും കിണറിനകത്തേക്ക് വീണു. വെളുത്തുകടവുകാരൻ ഐഷാബി യൂസഫ്, മടത്തിപ്പറമ്പിൽ സന്തോഷ്, പറക്കുളത്ത് സന്തോഷ് എന്നിവരുടെ വീടുകളിലേക്കുള്ള വഴിയാണ് കിണറിനൊപ്പം ഇടിഞ്ഞുപോയത്. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മണ്ണ വീണെന്നുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് കിടക്കെ നോക്കി, ഇങ്ങനെ ഷീറ്റിന്റെ മുകളിൽ എന്തെങ്കിലും വീഴണ്ടെന്നോ വിചാരിച്ച. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വർത്താനം പറഞ്ഞ് അത് അങ്ങോട്ടും പോയി. ഞാൻ അകത്തേക്ക് പോയി. ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. അതിപ്പോൾ ഒന്ന് പറഞ്ഞ് വീണതും വെള്ളം അങ്ങനെ തെറിച്ച് അവിടെ നിന്ന് അകത്തേക്ക് വന്നില്ല. കല്ല് വീണപ്പോൾ തന്നെ ഭയങ്കര ഒച്ചയിട്ട് ഞങ്ങൾ വേഗം പുറത്തേക്ക് നോക്കുമ്പോൾ കിണർ ഇടിയേണ്ട കണ്ടു. ശക്തമായ കാറ്റിലും മഴയിലും മങ്ങാട് പശുത്തൊഴുത്തും കോഴിക്കൂടും തകർന്നു. വടക്കുമുറി പട്ടിക്കാട്ടിൽ മുരളിയുടെ തൊഴുത്തും തൊഴുത്തിനോട് ചേർന്ന് പുല്ല് ശേഖരിച്ചു വെക്കുന്ന മുറിയും കോഴിക്കൂടുമാണ് തകർന്നത്. അപകടം നടക്കുന്ന സമയത്ത് പശുക്കളെ തീറ്റയ്ക്ക് തൊട്ടടുത്ത പറമ്പിലേക്ക് കൊണ്ടുപോയിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർഡ് മെമ്പർ ES സുരേഷ് സ്ഥലത്തെത്തിയിരുന്നു. വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളോടെ ന്യൂസ് ഡെസ്ക് TCV.